BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവം ഡിജിപിയോട് അടിയന്തര റിപ്പോർട്ട് തേടി ആഭ്യന്തര വകുപ്പ്. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് മരിച്ച സംഭവത്തിൽ ഡിജിപിയോട് റിപ്പോർട്ട് തേടി ആഭ്യന്തര വകുപ്പ്. കുണ്ടറ സ്വദേശി സിയാദിന്റെ മരണത്തിൽ പോലീസിനെതിരെ കുടുംബം രംഗത്തെത്തിയിരുന്നു. പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് സിയാദ് മരിച്ചത് എന്നാണ് ആരോപണം. ഒരു മാസം മുൻപായിരുന്നു സംഭവം. സിയാദിനെ കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചിട്ടില്ലെന്നാണ് പോലീസ് വിശദീകരണം. വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. മയക്കുമരുന്ന് സാമ്പത്തിക ഇടപാട് അറസ്റ്റിലായ രണ്ടാമത്തെ അധ്യാപികയെയും സർവീസിൽ നിന്നും പുറത്താക്കി. കോഴിക്കോട് മയക്കുമരുന്ന് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ രണ്ടാമത്തെ അധ്യാപികയെയും സർവീസിൽ നിന്നും പുറത്താക്കി. ഹുരാചുണ്ട് സ്വദേശി കാവ്യയെയാണ് പുറത്താക്കിയത്. പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ് കാവ്യ. കാവ്യയുടെ സഹപ്രവർത്തകയായ അധ്യാപിക കീർത്തനയെ കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. അന്ന് നെഞ്ചും വിരിച്ച് മുംബൈ പോലീസിന്റെ വാഹനം തടഞ്ഞു. റിയ അഹിറിനെതിരെ രൂക്ഷമായ അധിക്ഷേപം, പരാതി നൽകി. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ ഒരിക്കലും മറക്കാത്ത ചിത്രമാണ് റിയ അഹിറിന്റേത്. ആർത്തു പെയ്യുന്ന മഴയെ വകവയ്ക്കാതെ ഒറ്റയ്ക്ക് മുംബൈ പോലീസിന്റെ വാഹനം തടഞ്ഞു നിർത്തി രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധ നേടിയ പെൺകുട്ടി. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് മുംബൈ ദദാറിലെ ശിവാജി പാർക്കിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ വാനിൽ കയറ്റിക്കൊണ്ടുപോകുവാൻ തുടങ്ങിയപ്പോഴായിരുന്നു റിയയുടെ ഒറ്റയാൾ പോരാട്ടം. മഴയത്ത് ഹുഡിയും തൊപ്പിയും ധരിച്ച് വാഹനത്തിന് മുൻപിൽ നിന്ന റിയയുടെ ചിത്രം പാറ്റകളെ സ്നേഹിക്കുന്നവർ ആഘോഷമാക്കി. എന്നാൽ ഇപ്പോൾ തനിക്കെതിരെ തുടർച്ചയായി നടക്കുന്ന ഓൺലൈൻ വിദ്വേഷ പ്രചരണവുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിരിക്കുകയാണ് റിയ. അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ സന്തോഷമേയുള്ളൂ. PSC റാങ്ക് ജേതാക്കളുടെ സമരത്തെക്കുറിച്ച് വിവരങ്ങൾ കൈമാറാമോ? രഞ്ജിനി ഹരിദാസ്. കേരളത്തിലെ PSC റാങ്ക് ജേതാക്കളുടെ സമരത്തിന്റെ ഭാഗമാകുന്നത് കൂടുതൽ പഠിച്ച ശേഷമെന്ന് അവതാരക രഞ്ജിനി ഹരിദാസ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് രഞ്ജിനി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഡൽഹിയിലെ പ്രതിഷേധങ്ങളിൽ പങ്കുചേർന്നത് മുതൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇപ്പോൾ നടക്കുന്ന കേരള PSC സമരത്തെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് തനിക്ക് നിരവധി സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് രഞ്ജിനി വ്യക്തമാക്കി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് 4ാം മെഡൽ. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ രാജ മുത്തുപ്പാണ്ടിക്ക് വെള്ളി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് 4ാം മെഡൽ. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ രാജ മുത്തുപ്പാണ്ടി വെള്ളി നേടി. ഗെയിംസിലെ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. മീരാഭായ് ചാനുവിന് പിന്നാലെ ഇന്ത്യയുടെ അഭിമാനമാവുകയായിരുന്നു രാജ മുത്തുപ്പാണ്ടി. ഫൈനലിൽ ആകെ 286 കിലോ ഉയർത്തിയാണ് താരം 2ാം സ്ഥാനത്തെത്തിയത്. സ്നാച്ച് വിഭാഗത്തിൽ 126 കിലോയും ജർക്കിൽ 160 കിലോയും ഉയർത്തിയാണ് നേട്ടം. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പാർട്ടിയുടെ ചിത്രമുള്ള ഫ്ലെക്സ് രാഷ്ട്രീയം അനുവദിക്കില്ലെന്ന് MG സർവകലാശാല VC. പാർട്ടിയെ പേടിയെന്ന് യൂണിവേഴ്സിറ്റി ചെയർമാൻ. കോട്ടയം MG യൂണിവേഴ്സിറ്റിയിലെ പാർട്ടിയുടെ ചിത്രമുള്ള ഫ്ലെക്സിനെ ചൊല്ലി തർക്കം. MG യൂണിവേഴ്സിറ്റി യൂണിയൻ നടത്തുന്ന നാഷണൽ കോൺഫറൻസിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ഫ്ലെക്സ് ആണ് വിവാദമായത്. സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടിയിൽ രാഷ്ട്രീയം അനുവദിക്കില്ലെന്നാണ് വൈസ് ചാൻസലറുടെ നിലപാട്. ഫ്ലെക്സ് എത്രയും വേഗം എടുത്തു മാറ്റണമെന്നും VC പറഞ്ഞു. പിന്തുണച്ച എല്ലാവർക്കും നന്ദി. സോനം വാങ്ചുക് ആശുപത്രി വിട്ടു. നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ നിരാഹാരമനുഷ്ഠിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ സോനം വാങ്ചുക് ആശുപത്രി വിട്ടു. അല്പസമയത്തിനകം രാജ്ഘട്ടിലെത്തും. കൂടെ നിന്ന് എല്ലാവർക്കും നന്ദിയെന്ന് സോനം വാങ്ചുക് അറിയിച്ചു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.